ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ ഫാമിലി ടൈൽസിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസി ഫാമിലി ഹട്ട് എന്ന് പറഞ്ഞിട്ട് മരുതുങ്ങൽ കരുവാരകുണ്ട് മരുതുങ്ങലുള്ള ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ കൊളീഗ്സ് ആയിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നല്ല ഡൈനിങ് സ്പേസും കാര്യങ്ങളും ഫാമിലി റൂമും ഔട്ടർ സ്പേസും ഒരുപാട് പുറത്തൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്താണ് ഇവിടെ വന്നത്. ഫുഡ് ഓർഡർ ചെയ്ത് വന്നു. ഇവിടെ ഫാമിലിക്കൊക്കെ കളിക്കാനൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഊഞ്ഞാലും പിന്നെ സ്ലൈഡറൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി. കാരണം ഫുഡ് വരാൻ അത്രത്തോളം വൈകി. ഭയങ്കര ഡിലേ ആണ് കേട്ടോ ഇവിടുത്തെ ഫുഡിന്. ഞാനിതിൻ്റെ മുൻപും ഇവിടുന്ന് പാർസൽ മേടിക്കുമ്പോഴും ഒക്കെ ഇവിടെ ഭയങ്കര ഡിലേ ആണ്. കാരണം ഇത്രയും നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ എന്തായാലും ഈ ഡിലേ ഇവർ ചെയ്യുന്നത് വളരെ മോശമാണ്. കാരണം ഒരുപാട് റെസ്റ്റോറൻറ്റ് കരുവാറുണ്ട് തന്നെ ഉണ്ട്. ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഓപ്ഷൻസിലേക്ക് പോകല്ലാതെ മാർഗ്ഗമല്ല. കാരണം ഈ ഒരു കാലയളവിൽ ആർക്കും സമയം ഉണ്ടാവാറില്ല അല്ലേ. ഒന്നിനും സമയമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇവർ ഒന്ന് ഉഷാറാക്കി എടുത്താൽ ഇവരുടെ ഒരു റെസ്റ്റോറൻറ്റ് വൻ വിജയത്തിലേക്ക് പോകുന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര ആ ഡിലേ മാറ്റണം. പിന്നെ അതേപോലെ തന്നെ സ്റ്റാഫിൻ്റെ ഒരു പെരുമാറ്റവും രീതിയും കാര്യങ്ങളൊക്കെ ഡിലേ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഡിലേ തോന്നിപ്പിക്കാത്ത രീതിയിൽ പെരുമാറുന്ന ചില സ്റ്റാഫുകളുണ്ടാവും ചില സ്ഥലത്തൊക്കെ അല്ലേ. അവരിടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും തന്നിട്ടോ അല്ലെങ്കിൽ ഇതിപ്പോൾ അവർ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചൊരു സാലഡാണ്. അതും ഒരു സാലഡ്, ഒരു ആവറേജ് സാലഡ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയോ കുറേ സാധനങ്ങൾ മര്യാദയ്ക്കുള്ള കഷ്ണങ്ങൾ പോലും അല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കണം. ഇവരുടെ ഫുഡ് വരുന്നതിന് മുമ്പ് നമുക്ക് മയോണൈസ് കാര്യങ്ങളൊക്കെ വന്നു. മയോണൈസും പിന്നെ കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് അത് വേറൊരു ടേസ്റ്റ് ആയിരുന്നു. വളരെ മോശം ഒരു ടേസ്റ്റ് ആയിരുന്നു. മയോണൈസിൽ നിന്നാണ് നമുക്ക് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മയോണൈസ് ഒരു ഐസ്ക്രീം മിക്സായ ടേസ്റ്റ് ആയിരുന്നു. അത് ശരിക്കും എന്തോ ഒരു അപാകത ഉള്ളതായിരുന്നു. നമ്മൾ അവരോട് പറഞ്ഞിട്ടും അവരത് മാറ്റി തന്നതും ആ ഒരു രീതിയിലുള്ള സാധനം തന്നെയായിരുന്നു. നമുക്ക് 2 റൈസും അൽഫാമൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടാട്ടോ വന്നത്. നമ്മളവിടെ പോയി 2-3 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് പിന്നെ അവരിത് നമുക്ക് സെർവ് ചെയ്തത്. അതേപോലെ തന്നെ അൽഫാം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള അൽഫാമായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള അൽഫാമായിരുന്നു. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ളതാണോ ജ്യൂസി ആയിട്ടുള്ളതാണോ ഇഷ്ടം? ശരിക്കും അൽഫാം കുറച്ചൊരു ജ്യൂസി ആയിട്ടിരിക്കുമ്പോഴല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. റൈസും ഒരു ആവറേജ് റൈസ്, 2 റൈസും ഒരു ആവറേജ് റൈസായിട്ട് എനിക്ക് തോന്നിയത്. വലിയൊരു സംഭവമായിട്ടൊന്നും പറയാനില്ല. മയോണൈസ് കണ്ടില്ലേ നിങ്ങൾ, എന്തോ അടിച്ചെടുത്തൊന്നും അത് ശരിയായിട്ടില്ല. വളരെ എന്തോ ഒരു മോശം ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത്. അവരുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, എന്താണെന്നറിയില്ല, ഫുഡ് വളരെ മോശം ഫുഡായിരുന്നു. എടുത്ത് പറയുന്നതിൽ ഒന്നും തോന്നരുത്. കാരണം നിങ്ങളെ പിന്നെ ഹോസ്പിറ്റാലിറ്റി ഒന്നുകൂടി ഉഷാറാക്കി എടുക്കേണ്ടതുണ്ട്. കാരണം ഇത് നല്ലൊരു റെസ്റ്റോറൻ്റായിട്ട് വിജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത് പറയുന്നത്. നിങ്ങളോട് ഒരു വിരോധമല്ല, ഞാനും നിങ്ങൾ ആരാന്ന് പേഴ്സണലായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫുഡ് സ്പോട്ടായിട്ട് ഇത് മാറും. അത് മാറ്റിയെടുക്കേണ്ടത് അവിടുത്തെ മാനേജ്മെൻറ്റ് മാത്രമാണ്. ഫുഡ് വളരെ മോശം ഫുഡല്ല, ഒരു ആവറേജ് ഫുഡ്.